പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് ഇന്നത്തെ സ്മാക്ഡൗണിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയതിനെ സംബന്ധിച്ചാണ്. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയ ഒരു അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കമൻറ്റേറ്റേഴ്സ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലെ മത്സരത്തിന് ഇടയിലാണ് ഷാർലറ്റിന് ഇഞ്ചുറി പറ്റിയത്. ആസ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഷാർലറ്റ് പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഷാർലറ്റിൻ്റെ ഇഞ്ചുറി മാറുകയും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് ഷാർലറ്റ് പോകുന്നതുമായിട്ടുള്ള വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സ്മാക്ഡൗൺ കഴിയുന്നതിന് ശേഷം WWE പുറത്തേക്ക് ഒരു അപ്ഡേറ്റ് പ്രകാരം 9 മാസം ഷാർലറ്റിന് ഈ ഇഞ്ചുറി മൂലം WWEയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാലിന് മിക്കവാറും സർജറിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഷാർലറ്റിൻ്റെ ഒരു തിരിച്ചറിവ് കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് ഒരു സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല പങ്കുവെക്കുന്നത്. അപ്പോൾ 9-10 മാസങ്ങൾക്ക് ശേഷമാണ് ഇനി ഷാർലറ്റ് WWEയിൽ അപ്പിയർ ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ AJ സ്റ്റൈൽസും കൂടി തിരികെ വന്നപ്പോൾ എന്താണ് റോയൽ റംബിളിൽ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. AJ സ്റ്റൈൽസ് തിരികെ വന്നപ്പോൾ റോമൻ റെയിൻസിനെ ആക്രമിച്ചു. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം ബ്ലഡ് ലൈൻ മൂലമാണ് ഒരു ഇഞ്ചുറി പറ്റി AJ സ്റ്റൈൽസിന് മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി LA നൈറ്റ് കയറി വരികയും LA നൈറ്റ് റോമൻ റെയിൻസിനെതിരെയും ബ്ലഡ് ലൈനെതിരെയും സ്റ്റോറി നിലവിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസ്ലറായി മാറുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ AJ സ്റ്റൈൽസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചത് AJ സ്റ്റൈൽസ് LA നൈറ്റിനെ ആക്രമിച്ചതാണ്. അത് AJ സ്റ്റൈൽസ് LA നൈറ്റിനോടുള്ള അസൂയ മൂലം ചെയ്തതാണെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റോയൽ റംബിളിൽ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിൻ്റെ മത്സരം ഒരു ഫേറ്റൽ 4-way ആയിട്ട് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിലെ ചാമ്പ്യനായ റോമൻ റെയിൻസ്, റാൻഡി ഓർട്ടൺ, AJ സ്റ്റൈൽസ്, LA നൈറ്റ് തുടങ്ങിയ 3 റെസ്ലേഴ്സിനെതിരെ ഫേറ്റൽ 4-wayയിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 3 റെസ്ലേഴ്സും ഇപ്പോൾ ബ്ലഡ് ലൈനെതിരെയും റോമനെതിരെയും സ്റ്റോറി ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 റെസ്ലേഴ്സിനും കൃത്യമായിട്ടൊരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫേറ്റൽ 4-way നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നോർമൽ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരങ്ങളായിരിക്കും നടക്കുക. അതായത് ഓൾറെഡി സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൺ റോമനെതിരെയുള്ള ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരമുള്ള റോമൻ റീൻസ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരവും ഇപ്പോൾ AJ സ്റ്റൈൽസ് തിരികെ വന്ന് ഒരു ഹീൽ ടേൺ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ സൂചന നൽകി LA നൈറ്റിനെ ആക്രമിച്ചതിൻ്റെ ബാക്കിലൂടെ LA നൈറ്റും AJ സ്റ്റൈൽസും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം റോയൽ റംബിൾ സ്പെഷ്യൽ ഇവൻറ്റിലേക്കും കൺഫേം ചെയ്യുന്നു. അങ്ങനെ 2 വ്യത്യസ്തമാർന്ന 2 സിംഗിൾസ് മത്സരങ്ങൾ റോയൽ റംബിളിലേക്ക് കൺഫേം ചെയ്യുന്നു. അപ്പോൾ അതിനും സാധ്യതയുണ്ട്. പക്ഷേ സാധ്യത കൂടുതൽ ഒരു ഫേറ്റൽ 4-way വരാനാണ്. അപ്പോൾ ആ ഒരു മാച്ച് സൈക്കോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ റോമനും AJ സ്റ്റൈൽസും ഒരു ഹീൽ റെസ്ലറായിട്ട്, ഫേസ് റെസ്ലറായിട്ട് റാൻഡി ഓർട്ടണും LA നൈറ്റും, അങ്ങനെ 4 പേരും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും റോയൽ റംബിളിൽ നടക്കാൻ സാധ്യത. ഈ ഒരു മത്സരം നടന്നാലും റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. എന്തായാലും കിടിലൻ ഒരു സ്റ്റോറി ലൈനിലെ ട്വിസ്റ്റ് കൂടിയിട്ടാണ് ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.